ഹലോ ഗൈസ്, അജൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കമ്പനി എല്ലാ വർഷവും ലാസ്റ്റ് നടത്തി വരുന്ന പാർട്ടിയുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഡാൻസും പാട്ടും ആഘോഷവും ബെല്ലി ഡാൻസും അതുപോലെ നല്ല വെറൈറ്റി ഫുഡുകളും എല്ലാം അടങ്ങിയ ഒരു അടിപൊളി പാർട്ടിയായിരുന്നു കേട്ടോ ഞങ്ങൾക്കിത്. അതുപോലെ തന്നെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഫാമിലുള്ള കുറച്ച് ചെറിയ മൃഗങ്ങളും പക്ഷികളൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ അടിപൊളിയാണ്, എല്ലാവരും മിസ് ചെയ്ത് കാണണം. ഞങ്ങളുടെ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകളും ഒരുപോലെ സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. അപ്പോൾ ഫാമിലെ മൃഗങ്ങളെയൊക്കെ കണ്ടതിന് ശേഷം വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. അതിനുശേഷം വടംവലിയാണ് ഫസ്റ്റ് മത്സരം ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മാനേജർ സാർ അർഷാദ് സാറാണ് എല്ലാത്തിനും ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഓരോ ടീമിനും ക്യാപ്റ്റനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ആയിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ വടംവലിക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ടീംസായിരുന്നു, നല്ല ശക്തിയുള്ള ടീംസായിരുന്നു. പക്ഷേ ഞാനുണ്ടായിരുന്ന ടീം എല്ലാത്തിലും തോറ്റു. വടംവലിക്ക് ശേഷം ഞങ്ങൾ ഈ ബോൾ എറിഞ്ഞുകൊണ്ട് ആ വിക്കറ്റ് വീഴ്ത്തുന്ന ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഇതെല്ലാം അനൗൺസ്മെൻറ്റ് ചെയ്തെന്ന് ഈ ഒരു തകർപ്പൻ JBLൻ്റെ സ്പീക്കറിലായിരുന്നു. അപ്പോൾ നീ കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ഞാനൊരു സ്പീക്കർ ഫാനാണ്. അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാംസും പിന്നെ ഫുഡും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോയിട്ടോ. അവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി കത്തിക്കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ. അതുപോലെ ഇങ്ങനെയാണ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈവായിട്ട് ചാർക്കോളും ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ പലതരം ഗെയിംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ മസിലുള്ളവർക്ക് ക്യാഷ് പ്രൈസ്, അങ്ങനെ എല്ലാത്തിനും ക്യാഷ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിലും ഇതുപോലുള്ള ചെറിയ ചെറിയ ഗെയിംസിനൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പുറത്ത് നിന്ന് ഗാനമേള അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു കേക്ക് കട്ട് ചെയ്തതിന് തന്നെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു പാട്ടുകാരെ കണ്ടോ. ഈ ഒരു പാട്ടുകാരനെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ജോക്കർ സിനിമയിൽ നിഷാന്ത് സാറിന് ഓർമ്മ വന്നു. അതേപോലെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പുള്ളിയുടെ കൂടെ സെൽഫി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 4 സൈഡിലും സ്ട്രോബെറി വെച്ചിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതിൽ സ്ട്രോബെറിയൊക്കെ ഞാൻ അടിച്ചു മാറ്റിയായിരുന്നു ഇടയ്ക്ക്. ഇനിയാണ് ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ആ ഒരു മെയിൻ സെക്ഷനിലേക്ക് വന്നത്, ഫുഡിൻ്റെ സെക്ഷൻ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, എല്ലാം വെരി ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് അവിടെ ലൈവായിട്ട് പൊറോട്ടയും ദോശയൊക്കെ ചുട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവരെ ഞാനൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായത്. അങ്ങനെ ഞാനിതെല്ലാം എടുത്ത് ഞാനൊരു ടേബിളിൽ കുറച്ച് ഐറ്റംസ് ആയിട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പ്രോഗ്രാം എല്ലാം തീർന്നു കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോഴാണ് ബെല്ലി ഡാൻസ് ഉണ്ടെന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് കാണുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്തൊരു ലേഡി ആയിരുന്നു കേട്ടോ അത്. അവരുടെ കൂടെ ഡാൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വിചാരിച്ച പോലും ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ 3 തരം ബെല്ലി ഡാൻസ് അവരവിടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് ഭാഗമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കി ഞാൻ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു 8-9 മണിയായ സമയത്ത് അവിടെ നിന്ന് തിരിച്ചു. കാരണം കുറച്ച് ദൂരെയാണ് ഞങ്ങളുടെ ക്യാമ്പ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വേഗം വരേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം.